കയ്യിൽ കുറെ പണമുണ്ടോ? അമേരിക്കയിലെത്തിയാൽ എല്ലാം ശരിയാകുമെന്ന ധാരണയാണ് ലോകത്തെ കോടീശ്വരന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെത്തിപ്പറ്റി സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ പാടുപെടുന്ന വേദനിക്കുന്ന കോടീശ്വരന്മാരെ ലോകം മുഴുവൻ കാണാറുമുണ്ട്. എന്നാൽ കണ്ണുമടച്ച് കോടീശ്വരന്മാരെ വിളിച്ചിരുത്തുന്ന നിലപാട് അമേരിക്ക മാറ്റുകയാണ്. ജൂലൈ 7 കണക്കനുസരിച്ച് വിദേശത്ത് ജനിച്ച ശതകോടീശ്വരന്മാർ US താമസിക്കുന്ന യോഗ്യതയുള്ള ആസ്തിയുള്ള US പൗരന്മാരായിരിക്കണമെന്നാണ് ഫോബ്സിന്റെ റിപ്പോർട്ട് പറയുന്നത്. 2022 92 കുടിയേറ്റ ശതകോടീശ്വരന്മാരുടെ എണ്ണം 2025 എത്തി നിൽക്കുമ്പോൾ 125 വർദ്ധിച്ചിരിക്കുകയാണ്. അവരുടെ മൊത്തം ആസ്തി $1.3 ട്രില്യൺ ആണ്. ഫോബ്സിന്റെ ലിസ്റ്റിലുള്ള കോടീശ്വരന്മാരുടെ കണക്ക് മാത്രമാണിത്. അറിയപ്പെടാത്തവർ ഇനിയുമുണ്ട് ആയിരക്കണക്കിന്. ഫോബ്സിന്റെ ലിസ്റ്റ് പ്രകാരം അംഗീകരിക്കപ്പെട്ട ശതകോടീശ്വരന്മാർ ഇവരൊക്കെയാണ്. സിൻഡലിന്റെ ഭരത് ദേശായി കെനിയയിൽ നിന്നുള്ള ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ കുടുംബം ഇന്ത്യയിൽ നിന്നുള്ളവരാണ്. ഇന്ത്യ, തായ്വാൻ, ഇസ്രായേൽ എന്നിവയാണ് ഉത്ഭവത്തിന്റെ ആദ്യ 3 രാജ്യങ്ങൾ. പുതുതായി പ്രവേശിച്ചവരിൽ സുന്ദർ പിച്ചൈ, സത്യ നാദല്ല, നികേഷ് അറോറ എന്നിവരും ഉൾപ്പെടുന്നുണ്ട്. അമേരിക്കയിലെ 25% ശതകോടീശ്വരന്മാർക്ക് അവരുടെ സമ്പാദ്യം പാരമ്പര്യമായി ലഭിച്ചതാണെങ്കിലും കുടിയേറ്റ ശതകോടീശ്വരന്മാരിൽ 93% പേരും സ്വയം കഠിനാധ്വാനം കൊണ്ട് രക്ഷപ്പെട്ടവരാണെന്നാണ് പറയുന്നത്.